ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ വിദ്യാഭ്യാസ സെമിനാറും ഷിഹാബ് തങ്ങൾ സ്മാരക സ്കോളർഷിപ്പ് വിതരണവും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പലർക്കും അസൂയയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നതിൽ അസൂയയുള്ള, അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ, പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ സംസ്ഥാന റവന്യൂവിന്റെ എത്ര ശതമാനം കൈകാര്യം ചെയ്യുന്നുവെന്ന് അറിയാൻ താൽപര്യപ്പെടുന്ന തൽപര കക്ഷികൾക്ക് മുസ്ലിം ലീഗ് അനർഹമായി എന്ത് നേടിയെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. പലപ്പോഴും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, ഇത്ര മന്ത്രിമാരുണ്ട്, മന്ത്രിമാർ സംസ്ഥാന റവന്യൂവിന്റെ ഇത്ര ശതമാനം കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണർമാർക്ക് കത്തെഴുതാനും ഒക്കെയുള്ള നേതാക്കന്മാർ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളാരും വിസ്മരിച്ചിട്ടില്ല. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ഏർപ്പെടുത്തിയ ഷിഹാബ് തങ്ങൾ സ്മാരക സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് കാഞ്ഞങ്ങാട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഡ്മിഷൻ രജിസ്റ്ററിൽ തിരുത്തലുകൾ വരുത്താനുള്ള അധികാരം സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് നൽകിയതായി മന്ത്രി അറിയിച്ചു. പക്ഷെ അവർക്ക് ആർക്കും തന്നെ മുസ്ലിം ലീഗ് അനർഹമായി എന്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ, സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് തന്നെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെയും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ ബന്ധപ്പെട്ട ഹെഡ്മാസ്റ്റർക്ക് തന്നെ ആവശ്യമായ തിരുത്തലുകൾ അഡ്മിഷൻ രജിസ്റ്ററിൽ വരുത്താനുള്ള അധികാരം നൽകിക്കൊണ്ട് ഉത്തരവിടുകയും അതിനനുസരിച്ചുള്ള ഉത്തരവ് പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം വിദ്യാർത്ഥിനികൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന നിർദ്ദേശം വിദ്യാർത്ഥികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം, അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമാണ്. കാരണം ഗേൾസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള നിബന്ധനയാണ് ഇപ്പോൾ ഉള്ളത്. ചടങ്ങിൽ മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സെമിനാർ ഉദ്ഘാടനം പാണക്കാട് ഹൈദരലി തങ്ങൾ നിർവഹിച്ചു. കാര്യം തന്നെ നമുക്ക് ഏറെയധികം സന്തോഷിക്കുന്നതാണ്. അതിന് ഇനിയും മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഇവിടെ നടപ്പിലാക്കുവാനും ഇല്ലാത്ത പുതിയ പുതിയ കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുവാനും വേണ്ടി അദ്ദേഹം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നാം ഏറ്റെടുത്തതിൽ നമുക്ക് മറ്റുള്ള കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ പോലും അദ്ദേഹത്തെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയിലൂടെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കിവിടെ ഇനിയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്ലാസ് എടുക്കുവാൻ വേണ്ടി സുബൈറും അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി സൈനുദ്ദീൻ ഇവരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസമാണല്ലോ ഏതൊരു നാട്ടിൻ്റെയും ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും കാതലായ വശം. വിദ്യാഭ്യാസമില്ലെങ്കിൽ നാം പിറകോട്ട് പോകും, നാം വട്ടപൂജ്യമാകും എന്ന കാര്യം പഠിച്ച് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഇന്ന് പഠിക്കുവാൻ മിടുക്കന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആ ഗതികേടിൽ നിന്ന് നമ്മെ രക്ഷിച്ചതും നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാരുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള, MLA മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു.